നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്കായി ഉയർന്ന ശേഷിയുള്ള അത്യാധുനിക ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിനായി ആഗോള വ്യോമയാന രംഗത്തെ വമ്പന്മാരായ ബ്രിട്ടന്റെ റോൾസ് റോയ്സും ഫ്രാൻസിന്റെ സഫ്രാനും മത്സരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു പങ്കാളിത്തത്തിന് വേണ്ടിയാണ് ഇരു കമ്പനികളും തീവ്രമായി ശ്രമിക്കുന്നത്. ഈ കടുത്ത മത്സരത്തിനിടയിൽ ഫ്രഞ്ച് എതിരാളികളെക്കാൾ തങ്ങളുടെ കമ്പനിക്കുള്ള ആഗോള സാങ്കേതിക മേൽക്കോയ്മ എടുത്തു കാണിക്കുകയാണ് റോൾസ് റോയ്സ്. മേൽക്കോയ്മ എടുത്തു കാണിക്കാൻ ലക്ഷ്യമിട്ട് റോൾസ് റോയ്സ് ഇന്ത്യയുടെ ട്രാൻസ്ഫോർമേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശശി മുകുന്ദൻ തന്ത്രപരമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഫ്രാൻസിന്റെ വിഖ്യാത വിമാന നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷൻ തങ്ങളുടെ ഏറ്റവും പുതിയ അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റായ ഫാൽക്കൺ 10X വിമാനങ്ങൾക്ക് കരുത്ത് പകരാൻ തിരഞ്ഞെടുത്തത് റോൾസ് റോയ്സ് എഞ്ചിനുകളാണെന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിരോധ വ്യവസായ ലോകത്ത് ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ പ്രതിരോധ പ്രൊജക്ടുകളിൽ ഡസോൾട്ട് ഏവിയേഷനും സഫ്രാനും തമ്മിൽ ഫ്രഞ്ച് വ്യോമയാന മേഖലയിൽ ദീർഘകാലത്തെ ആഴത്തിലുള്ള പങ്കാളിത്തമുണ്ട്. എന്നിട്ടും തങ്ങളുടെ അഭിമാന പദ്ധതിയായ ഡസോൾട്ട് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനെ മറികടന്ന് ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സിനെ ആശ്രയിച്ചു എന്നത് തങ്ങളുടെ സാങ്കേതിക മികവിന്റെ തെളിവാണെന്നാണ് റോൾസ് റോയ്സിന്റെ വാദം. അത്യാധുനിക പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ആവശ്യമായി വരുമ്പോൾ ഫ്രാൻസിലെ ഏറ്റവും മികച്ച വിമാന നിർമ്മാതാക്കൾ പോലും സ്വന്തം നാട്ടിലെ വിതരണക്കാരെ വിട്ട് പുറത്തേക്ക് ചിന്തിക്കുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ഇതിലൂടെ റോൾസ് റോയ്സ് ചെയ്യുന്നത്. ഫാൽക്കൺ 10X വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 2 റോൾസ് റോയ്സ് പോൾ 10X ടർബോഫാൻ എഞ്ചിനുകളാണ്. നിലയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് അന്തിമഘട്ടത്തിലുള്ള ഈ എഞ്ചിനുകൾ മികച്ച ഇന്ധനക്ഷമത, വളരെ കുറഞ്ഞ കാർബൺ പുറന്തള്ളൽ, അത്യാധുനിക ഡിജിറ്റൽ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ആഗോളതലത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയവയാണ്. ഡസോൾട്ട് കമ്പനി തങ്ങളുടെ മുൻനിര വിമാനത്തിനായി പോൾ 10X തിരഞ്ഞെടുത്തത് റോൾസ് റോയ്സിന്റെ ആധുനിക എഞ്ചിൻ രൂപകൽപ്പനയ്ക്കും നിർമ്മാണ മികവിനും ലഭിച്ച അംഗീകാരമായിട്ട് കൂടിയാണ് വ്യോമയാന വിദഗ്ധർ വിലയിരുത്തുന്നത്. സ്വന്തമായി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ തദ്ദേശീയ പദ്ധതിയിൽ ഈ എഞ്ചിൻ നിർണായക ഘടകമാണ്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ചിന് കരുത്ത് പകരുന്നത് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ F414 എഞ്ചിനുകളായിരിക്കും. എന്നാൽ ഇതിലും കരുത്തുറ്റതും അത്യാധുനികവുമായ AMCA Mk2 പതിപ്പുകൾക്കായി 110 മുതൽ 120 kN ത്രസ്റ്റ് ക്ലാസ്സിലുള്ള അതീവ ശേഷിയേറിയ ഒരു എഞ്ചിൻ ആവശ്യമുണ്ട്. ഈ ആവശ്യത്തിലേക്കാണ് റോൾസ് റോയ്സും സഫ്രാനും കണ്ണുവച്ചിരിക്കുന്നത്. ഈ വലിയ കരാർ സ്വന്തമാക്കാനായി കേവലം എഞ്ചിൻ വിൽക്കുക എന്നതിനപ്പുറം സമ്പൂർണ്ണമായ ഒരു സംയുക്ത വികസന മാതൃകയാണ് റോൾസ് റോയ്സ് ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ഇതിലൂടെ അവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ നിർദ്ദേശപ്രകാരം പദ്ധതിയിലൂടെ രൂപപ്പെടുന്ന IP റൈറ്റ്സ് ഇന്ത്യക്ക് മാത്രമായിരിക്കും. ഇത് ഭാവിയിൽ സൈനികേതര എഞ്ചിനുകൾ പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രാപ്തിയുള്ള ഒരു സമ്പൂർണ്ണ തദ്ദേശീയ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ സഹായിക്കും. എങ്കിലും ഇന്ത്യയുമായി നിലവിലുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇപ്പോഴും കടുത്ത എതിരാളിയായി തുടരുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങൾക്ക് കരുത്ത് പകരുന്ന M88 എഞ്ചിനുകൾ വിതരണം ചെയ്തുകൊണ്ട് സഫ്രാൻ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ തന്നെ ഇതിനകം തന്നെ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഭാവി മൾട്ടി റോഡ് ഹെലികോപ്റ്ററുകൾക്കായിട്ടുള്ള എഞ്ചിനുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിന് സഫ്രാൻ നിലവിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തദ്ദേശീയ വ്യോമയാന വ്യവസായത്തിൽ അവർക്കുള്ള ഈ ശക്തമായ അടിത്തറ റോൾസ് റോയ്സിന് വലിയ വെല്ലുവിളി തന്നെയാണ്. വരാനിരിക്കുന്ന AMCA എഞ്ചിന്റെ തിരഞ്ഞെടുപ്പ് അത്ര ലളിതമല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൽ ചുരുക്കം ചില വൻശക്തി രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള എയ്റോ എഞ്ചിൻ നിർമ്മാണ മേഖലയിലെ പൂർണ്ണമായ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ അടിസ്ഥാന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പങ്കാളികൾക്കുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിരോധ കരാറിലെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്.